ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും US വിദേശകാര്യ സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മാർക്കോ റൂബിയോയുമായി ഞായറാഴ്ച അതായത് ഇന്ന് അല്പസമയത്തിനുള്ളിൽ ഒരു കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകുന്നേരം മാർക്കോ റൂബിയോ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി. ആദ്യം പശ്ചിമ ബംഗാളിലെത്തി അവിടേക്ക് സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഡൽഹിയിലേക്ക് എത്തി. അതിനുശേഷമാണ് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത്. ഇന്ന് ജയശങ്കറുമായിട്ടും അതായത് വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായിട്ടും അതിനുശേഷം അജിത് ഡോവലുമായിട്ടും ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം, അതിർത്തി കടന്നുള്ള ഭീകരവാദം, സമുദ്ര സുരക്ഷ, കൂടാതെ പശ്ചിമേഷ്യയിലെ രൂക്ഷമാകുന്ന സാഹചര്യം എന്നിവയെ കേന്ദ്രീകരിച്ചായിരിക്കും ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ നടക്കുക. ആഗോളതലത്തിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഇന്ത്യൻ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങളുടെ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഊർജ്ജ സുരക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപരമായ വിഷയങ്ങൾ ഒരു പ്രധാന ചർച്ചയാകും. ദക്ഷിണേഷ്യയിലെ സുരക്ഷാ ആശങ്കകളെക്കുറിച്ച് ഡോവൽ കാര്യങ്ങൾ ധരിപ്പിക്കും. കൂടാതെ ഇതിൽ മാർക്കോ റൂബിയോട് ഇന്ത്യ തന്നെ പറയാതെ, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപിന്റെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ അടിച്ചേൽപ്പിക്കാനോ ആയിട്ട് ആണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അടുത്ത വിമാനത്തിൽ തന്നെ കയറിപ്പോക്കണം. ഇങ്ങോട്ട് വന്നിട്ട് ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള ആ ഒരു പതിവ് രീതിയൊന്നും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കണ്ട എന്ന് ഇന്ത്യ വ്യക്തമായി തന്നെ പറയാതെ മാർക്കോ റൂബിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ US പിന്തുണ തേടുകയാണ് പ്രധാന ലക്ഷ്യം. ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്കും IS ബന്ധമുള്ളവർക്കുമെതിരെ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്നും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ യോജിച്ച് പോരാടണമെന്നുമാണ് ഇന്ത്യയുടെ പ്രധാന ആവശ്യം. മയക്കുമരുന്ന് മാഫിയകൾ, സംഘടിത കുറ്റകൃത്യ ശൃംഖലകൾ, ഭീകരവാദികൾ എന്നിവർ തമ്മിലുള്ള ബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഗുണ്ടാ നേതാക്കൾ സഹായം നൽകുന്നതിനെക്കുറിച്ചും അതിനെ ഒരുമിച്ച് നിന്ന് ഇല്ലാതാക്കേണ്ടതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും ഉന്നത സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഡോവൽ റൂബിയോ ചർച്ചകളുടെ ഒരു പ്രധാന ഭാഗം ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചായിരിക്കും. പ്രത്യേകിച്ച് സമുദ്ര സുരക്ഷയും കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. ദക്ഷിണ ചൈന കടലിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാനുള്ള നടപടികളും ഇരുപക്ഷവും ചർച്ച ചെയ്യും. ക്വാഡ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും മാരിടൈം ഡൊമൈൻ അവയർനെസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു പ്രതിനിധി സംഘങ്ങളും ചർച്ച ചെയ്തേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മലബാർ പോലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളുടെ വിപുലീകരണം സാധ്യതയും യോഗം വിലയിരുത്തും. പ്രധാന സമുദ്രപാതകളുടെയും സപ്ലൈ ചെയിനുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യ US ഇഗ്നേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി പോലുള്ള പദ്ധതികൾക്ക് കീഴിൽ ആഴത്തിലുള്ള സൈനിക സഹകരണത്തിലും സംയുക്ത പ്രതിരോധത്തിലും ചർച്ചകൾ നടക്കും. സാങ്കേതിക വിദ്യ കൈമാറ്റം, നൂതന സംവിധാനങ്ങളുടെ വികസനം, ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം ഇതെല്ലാം ശക്തിപ്പെടുത്താൻ എന്നിവ ഒരു ചർച്ച നടന്നേക്കാമെന്നാണ് സൂചന. പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും വാഷിംഗ്ടണും തമ്മിലുള്ള പ്രതിരോധ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഈ ചർച്ചകൾ കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് മാർക്കോ റൂബിയോ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചതും.